ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് KSRTCയുടെ AC ലോ ഫ്ലോർ ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയത്. പ്രതിമ തകർത്ത ശേഷമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസിന്റെ ചലനം അവസാനിച്ചത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്ന KSRTC ബസ്സാണ് ഇടിച്ചു കയറിയത്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ബസ് വരുന്നത്. ആ ബസ് നേരെ വന്ന് ഇതിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാകാം കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ശക്തനില്ലാത്ത തൃശ്ശൂർ ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കറിയാം, അദ്ദേഹമാണ് ഇതിൻ്റെ ശില്പി. അപ്പം ശില്പിയില്ലാത്ത തൃശ്ശൂർ ഒരിക്കലും പാടില്ല. തൃശൂർ ചാഴൂരിൽ തട്ടുകടയിലേക്ക് കാർ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. പഴവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. തെക്കയാലിന് സമീപത്തു നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് മുക്കത്ത് കാറും ബസ്സും കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. കാർ യാത്രക്കാരിയായ തലശ്ശേരി സ്വദേശി മൈമുനയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. പത്തനംതിട്ടയിൽ പന്തളം മാവേലിക്കര റോഡിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തുമ്പമൺ സ്വദേശി അരുണാണ് മരിച്ചത്. അരുണിന്റെ ബൈക്കിൽ എതിർദിശയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടമുണ്ടായി. വാഹനത്തിൽ ആലുവ സ്വദേശികളായ 3 പേരാണ് ഉണ്ടായിരുന്നത്. ക്യാബിനിൽ നിന്നും പുകയുയരുന്നത് കണ്ട് ഇവർ ഇറങ്ങിയോടി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.